ടു എജ്യൂപോർട്ട്. അപ്പൊ നമ്മുടെ ക്ലാസ് 5 മക്കൾ എല്ലാവരും എവിടെ മിസ്സേ പ്രഡിക്ഷൻ വീഡിയോ എവിടെ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് നമ്മുടെ ഹിന്ദി എക്സാമിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണോ എന്നൊന്ന് വേഗം നോക്കിയാലോ. അപ്പൊ എല്ലാവരും എക്സാമിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കുകയോ പേടിക്കുകയോ ഒന്നും ചെയ്യേണ്ട. ദാ എജ്യൂപോർട്ട് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അപ്പൊ നമുക്ക് നല്ല അടിപൊളിയായിട്ട് എജ്യൂപോർട്ടിന്റെ കൂടെ പഠിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിൽ പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്? ധൂപ് ആ ഗയി എന്ന് പറയുന്ന ഒരു കവിത പഠിക്കാനുണ്ട്, പ്രയാഗ് ശുക്ല എഴുതിയിട്ടുള്ള. അതുപോലെ ടോമി ഓർ മേ എന്ന് പറയുന്ന ഒരു കഹാനി നമുക്ക് പഠിക്കാനുണ്ട്, പ്രീതി റോയ് എഴുതിയിട്ടുള്ളത്. ആൻഡ് പില്ല എന്ന് പറയുന്ന ഒരു കവിത നമുക്ക് പഠിക്കാനുണ്ട്, സഫ്തർ ഹാഷ്മി രചിച്ചിട്ടുള്ള. ഓക്കെ, അപ്പൊ നമുക്ക് ഈ 3 ചാപ്റ്റേഴ്സിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്നാമത്തെ ചോദ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ 5ാം ക്ലാസ്സിൽ പുതിയതായിട്ടാണ് ഒരു പുതിയ ഭാഷ പഠിക്കുന്നത് അല്ലെ. അപ്പൊ ഹിന്ദി പഠിച്ചു തുടങ്ങിയതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ പേര്, നമ്മുടെ ക്ലാസ്, നമ്മൾ പഠിക്കുന്ന സ്കൂള്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഹിന്ദിയിൽ എഴുതാനായിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, പ്രൊഫൈൽ എഴുതുക എന്ന് പറഞ്ഞിട്ടുള്ള ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ രംഗ് ഭരെ, ഇപ്പൊ നിങ്ങൾക്ക് കളേഴ്സ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു കളർ, അതായത് നീലയ്ക്ക് എന്താണ് ഹിന്ദിയിൽ പറയാ, പച്ചയ്ക്ക് എന്താണ് പറയാ, കറുപ്പിന് എന്താണ് പറയാ, ചുവപ്പിന് എന്താണ് പറയാ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടായിരിക്കണം. ആ കളേഴ്സ് ഐഡന്റിഫൈ ചെയ്ത് ഇങ്ങനെയുള്ള ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ചിത്രം തന്നിട്ട് അതിൽ നല്ല ഭംഗിയായിട്ട് കളറുകൾ തിരിച്ചറിഞ്ഞ് കളർ കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് വരാറുണ്ട്. ഈ ഒരു ചോദ്യവും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ള ചോദ്യമാണ്, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് വരികൾ കൂട്ടിച്ചേർത്ത് എഴുതുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ കുറച്ച് സന്ദർഭങ്ങൾ തന്നിട്ടുണ്ട് അല്ലെ. പില്ല ക്യാ ഖാത്ത ഹെ, എന്താണ് കഴിക്കുന്നത്, എവിടെയാണ് ഉറങ്ങുന്നത്, എന്തു വെച്ചാണ് കളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഹിൻസ് തന്നിട്ടുണ്ട്. ആ ഹിൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കവിതയുടെ വരികൾ എഴുതാനായിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട്, ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. इसकी मदद से कविता में पंक्तियां जोड़े, ഇതിന്റെ സഹായത്തോടു കൂടി കവിതയിൽ വരികൾ കൂട്ടിച്ചേർത്ത് എഴുതാനായിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇവിടെ നോക്കിക്കോളൂ, പെഹചാനെ ഓർ ലിഖെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചോദ്യമുണ്ട്. എന്താണിത്? 3 ചിത്രങ്ങൾ തന്നിട്ടുണ്ടാവും, അതിന്റെ വിവരണം, അതായത് അതിന്റെ ഡിസ്ക്രിപ്ഷൻസും താഴെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത് മിക്സ് മാച്ച് ചെയ്തിട്ടാണ് തന്നിട്ടുള്ളത്. നിങ്ങൾ ഇത് ഐഡന്റിഫൈ ചെയ്തിട്ട് ഓരോ ചിത്രത്തിലും ഏതാണ് ആ ചിത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ഏതാണ് എന്നുള്ളത് കണ്ടുപിടിച്ച് എഴുതുക. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ള ചോദ്യം തന്നെയാണ്. ആൻഡ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്, നമുക്ക് ഒരുപാട് യൂണിറ്റുകൾ പഠിക്കാനുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ഫസ്റ്റ് യൂണിറ്റിനെ കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. ഇനി നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റിലേക്ക് വരുമ്പോൾ ചിടിയാ കാ ഘർ എന്ന് പറയുന്ന ഒരു കവിത നമുക്ക് പഠിക്കാനുണ്ട്, വിചിത്ര ജീവ് എന്ന് പറയുന്ന ഒരു ചിത്ര കഹാനി നമുക്ക് പഠിക്കാനുണ്ട്. അതിന്റെ കൂടെ മൂന്നാമത്തെ യൂണിറ്റിലേക്ക് വരുന്ന സമയത്ത് പേഡ് കാ ജാദു എന്ന് പറയുന്ന ഒരു കഹാനി ആൻഡ് വർഷ ആയി എന്ന് പറയുന്ന ഒരു കവിത, ഇത് രണ്ടുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമ്മൾ 4ാമത്തെ യൂണിറ്റിലേക്ക് വരുമ്പോൾ ഹവ ഓർ ധൂൾ എന്ന് പറയുന്ന ഒരു കവിതയും ദോ സന്തരെ എന്ന് പറയുന്ന ഒരു കഹാനിയുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി 5ാമത്തെ യൂണിറ്റിലോ ഏക് ദോ തീൻ എന്ന് പറയുന്ന കഹാനിയും അതുപോലെ തന്നെ പാനി എന്ന് പറയുന്ന ഒരു കവിതയുമാണ് നമുക്ക് 5ാമത്തെ യൂണിറ്റിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് 5 യൂണിറ്റുകൾ പഠിക്കാനുണ്ട്. 5 യൂണിറ്റിലും ഇമ്പോർട്ടന്റ് ആയിട്ട് കുറെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിക്കാനും സാധ്യതയുണ്ട്. അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചിത്രങ്ങളിലുള്ള സംഭവങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത്. ഓക്കെ, നോക്കൂ, ഈ ഒരു ചിത്രം അല്ലെ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് അല്ലെ. ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്, ആ ചിത്രത്തിൽ ക്യാ ഹെ, ഈ ചിത്രം എന്താണ്, ഈ ചിത്രത്തിൽ യ കോൺ ഹെ, ഈ ചിത്രത്തിൽ ആരൊക്കെയാണ് ഉള്ളത്. അപ്പൊ നമുക്ക് ഓരോ ചാപ്റ്റർ പഠിക്കുന്ന സമയത്തും നമ്മൾ കുറെ മൃഗങ്ങളെ കുറിച്ചും പക്ഷികളെ കുറിച്ചും അല്ലെ, അവരുടെ പേരുകളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ആ പേരുകളൊക്കെ നമ്മൾ ഹിന്ദിയിൽ നന്നായിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കണം. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഈ ചിത്രം നോക്കിയിട്ട് നമ്മൾ കൊക്കിന് എന്താണ് പറയാ, മീനിന് എന്താണ് പറയാ, തവളയ്ക്ക് എന്താ പറയാ, നമ്മളെ കുരങ്ങൻ എന്താണ് ഹിന്ദിയിൽ പറയാ എന്നുള്ളത് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് കേട്ടോ ഇത്. ഓക്കെ, ഇനി നമുക്ക് ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, നമുക്ക് ഏക് ദോ തീൻ എണ്ണൽ സംഖ്യകൾ നമ്മൾ പഠിക്കണം. 1 മുതൽ 10 വരെ മിനിമം പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ ചിത്രം തന്നിട്ടുണ്ടാവും, അതായത് ഒരു കാക്ക, 2 താറാവ്, അല്ലെങ്കിൽ 3 പൂവ്, 4 ജീപ്പ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ തന്നിട്ട് 1 2 3 4 എന്നുള്ളത് നമ്മൾ കൗണ്ട് ചെയ്തിട്ട് അത് നമ്മൾ ഹിന്ദിയിൽ ഏക് ദോ
തീൻ എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് എഴുതാനായിട്ട് ചോദിക്കാറുണ്ട്. ഇതും വളരെ സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുന്നതാണ്. ഇതും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം നോക്കിക്കോളൂ. സഹി മിലാൻ കരെ. സഹി മിലാൻ കരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മാച്ച് ദ ഫോളോയിങ് അല്ലെ. അപ്പൊ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. മാച്ച് ദ ഫോളോയിങ് എങ്ങനെയാണ് ചോദിക്കാറുള്ളത്? ചിത്രങ്ങൾ തന്നിട്ടുണ്ട്, അതിന്റെ പേരുകൾ നിങ്ങൾക്ക് ഇതാ ഇങ്ങനെ കൂട്ടിക്കലർത്തി കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചിത്രശലഭത്തിന് എന്താണ് പറയാ, നമ്മൾ അണ്ണാൻ എന്താണ് പറയാ, നമ്മൾ കിളിക്ക് എന്താണ് പറയാ, നമ്മൾ ബന്ദർ അതായത് നമ്മൾ കുരങ്ങൻ എന്താണ് പറയാ എന്നുള്ളത് നമ്മൾ പഠിച്ചു വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. പിന്നെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് പോസ്റ്റർ തയ്യാർ കരെ. പോസ്റ്റർ അല്ലെ, പോസ്റ്റർ എന്ന് പറയുന്നത് നമുക്ക് ജലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദിക്കാം, അല്ലെങ്കിൽ പ്രകൃതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദിക്കാം. അപ്പൊ പോസ്റ്റർ വാചകങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക ആ കാര്യങ്ങൾ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് പോസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്, നമുക്കറിയാം അല്ലെ, നമുക്ക് ഒരുപാട് ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. അതിൽ നിന്ന് നിങ്ങളോട് ചോദിക്കാം ദാ ഇങ്ങനെ അല്ലെ, ഒരു കഥ, അതായത് നമുക്ക് പഠിക്കാനുള്ള ഒരു കഥയിലെ സെന്റൻസുകളെ ഇങ്ങനെ എന്ത് ഈ ക്രമമല്ലാതെ ക്രമം തെറ്റിച്ച് എഴുതിയിട്ടുണ്ടാവും. അത് നമ്മൾ എന്ത് ചെയ്യണം, ഏതാണ് ആദ്യം നടന്നത്, ഏതാണ് പിന്നീട് അതിനുശേഷം നടന്നത് എന്നുള്ള രീതിയിൽ അറേഞ്ച് ചെയ്ത് എഴുതാനായിട്ട് ചോദിക്കാറുണ്ട്. ഇതും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ചോദിക്കാൻ സാധ്യത ചോദ്യം എന്താണ്? ഡയറി ആണ് അല്ലെ. ഇപ്പൊ നമ്മുടെ ജൽ മുർഗിയുടെ ഒരു കഥ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഇതാ ഇവിടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇതാ പോയിന്റ്സ് 1 2 3 4 5 6 എന്ന് പറഞ്ഞുകൊണ്ട് 6 പോയിന്റ്സ് തന്നിട്ടുണ്ട്. ആ 6 പോയിന്റ്സുകൾ വെച്ചുകൊണ്ട് ഒരു ഡയറി എഴുതാനാ പറഞ്ഞിട്ടുള്ളത്. സഹി വാക്യ ചുനെ ഒരു ഡയറി ലിഖിയെ. ശരിയായിട്ടുള്ള വാക്യങ്ങൾ തിരഞ്ഞെടുത്ത് അതൊന്ന് അറേഞ്ച് ചെയ്ത് ഡയറിയുടെ രൂപത്തിൽ എഴുതുക എന്നുള്ളതാണ്. ഇതും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. പിന്നെ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം എന്ന് പറയുന്നത്, നമുക്ക് പഠിക്കാനുള്ള ഏതെങ്കിലും കവിതയുടെ 4 വരികൾ തന്നിട്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു 3-4 ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇത് ചോദിക്കും. അതുപോലെ ഇതാ നോക്കിക്കോളൂ, ചിത്രങ്ങൾ തന്നിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ചോദിക്കാറുണ്ട്. ഇവിടെ നോക്കൂ, 5 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്, അതിന്റെ പേരുകൾ താഴെ ബ്രാക്കറ്റിലും കൊടുത്തിട്ടുണ്ട്. അത് ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുക്കുക, എഴുതുക. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇനി നോക്കൂ, നമ്മൾ വേറെ ഒരു ക്വസ്റ്റ്യൻ ആണ്, നമ്മളെ കുറിച്ച് എഴുതാൻ പഠിക്കണം അല്ലെ. പ്രൊഫൈൽ തയ്യാർ കരെ. ആ പപ്നെ ബാരെ മേ ലിഖേ. നമ്മളെ കുറിച്ച് നമ്മൾ എഴുതാൻ പഠിക്കണം. എന്റെ പേര് ഹരിത, ഞാൻ എന്താണ്, എന്റെ വീട് എവിടെയാണ്, എന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എഴുതാനായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇതും നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാനും അതുപോലെ തന്നെ ഫുൾ മാർക്ക് വാങ്ങാനൊക്കെ ഭയങ്കര സാധ്യതകളുള്ള കുറെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നല്ല വ്യക്തമായി നല്ല ഭംഗിയായി പഠിച്ചു വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ മിസ്സിന്റെ ക്ലാസ് 5 മക്കൾക്ക് എല്ലാവർക്കും ഹിന്ദി എക്സാമിൽ ഫുൾ മാർക്ക് ഉറപ്പാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു പ്രഡിക്ഷൻ വീഡിയോ വളരെ യൂസ്ഫുൾ ആയി എന്ന് മിസ് വിശ്വസിക്കുകയാണ്. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയ ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ മിസ്സിന്റെ ഈ ഒരു പ്രഡിക്ഷൻ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ വേഗം പോയി ലൈക്കും ചെയ്യാം, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുകയും ചെയ്യാം. അപ്പൊ നമുക്ക് ഇനിയും കാണാം. അപ്പൊ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ.